ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും താമരക്കുളം പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബും സംയുക്തമായി നടപ്പിലാക്കുന്ന വയ്യാങ്കരച്ചിറ ടൂറിസം പദ്ധതിയായ ഗ്രീൻ ഫോറസ്റ്റ് സെപ്റ്റംബർ 12-ന് മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിക്കുമെന്ന് എം.എസ്. അരുൺകുമാർ എം.എൽ.എ, ഫാർമേഴ്സ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ടൂറിസം മന്ത്രിയുടെയും ജില്ലാ കളക്ടർമാരുടെയും സന്ദർശനമാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ടൂറിസത്തിന് വേഗത്തിൽ വഴിയൊരുക്കിയതെന്ന് എം.എൽ.എ പറഞ്ഞു. നാടിൻ്റെ സ്വപ്നപദ്ധതിയായ താമരക്കുളം വയ്യാങ്കരച്ചിറയിലെ ടൂറിസം പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിലേക്ക് കടക്കുകയാണ്. DTPCയും സ്വകാര്യ സംരംഭകരായ താമരക്കുളം പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 100 ഏക്കറോളം വിസ്തൃതിയിലുള്ള പ്രകൃതിരമണീയമായ ജലാശയവും ചുറ്റുപാടിലുള്ള പച്ചിപ്പുമൊക്കെ ഏതൊരാളെയും ഒറ്റനോട്ടത്തിൽ തന്നെ ആകർഷിക്കുന്നതാണ്. 10 വർഷം മുമ്പ് ആരംഭിച്ച ആദ്യഘട്ട ടൂറിസം പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ചിറയുടെ പ്രവേശന ഭാഗം കൂടുതൽ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പാർക്കിൽ കൂടുതൽ റൈഡുകളും ക്രമീകരിച്ചു. ജലാശയത്തിലൂടെയുള്ള സഞ്ചാരത്തിന് പ്രാധാന്യം നൽകി യന്ത്രബോട്ടും പെഡൽ ബോട്ടും കുട്ടവഞ്ചിയും കയാക്കിങ്ങുമൊക്കെ സന്ദർശകർക്കായി സജ്ജമാക്കി കഴിഞ്ഞു. ചിറയുടെ മധ്യഭാഗത്തായി ഒരുക്കിയിട്ടുള്ള ഹട്ട് പ്രധാന ആകർഷണമാണ്. സംസ്ഥാന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും ജില്ലാ കളക്ടർമാരുടെയും സന്ദർശനം DTPCയും സ്വകാര്യ സംരംഭകരും സംയുക്തമായുള്ള പദ്ധതി വേഗത്തിലാക്കാൻ കഴിഞ്ഞതായി എം.എസ്. അരുൺകുമാർ എം.എൽ.എ പറഞ്ഞു. ടൂറിസം മന്ത്രി നേരിട്ട് വയ്യാങ്കരച്ചിറ സന്ദർശിക്കുന്ന സാഹചര്യം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണതേജ കളക്ടറായിരിക്കുമ്പോഴും ഹരിത വി കുമാർ ജില്ലയുടെ കളക്ടറായിട്ടിരിക്കുമ്പോഴും 2 കളക്ടർമാരും വയ്യാങ്കരച്ചിറ നേരത്തെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയുടെ ഒരു പ്രോജക്റ്റായി വയ്യാങ്കരച്ചിറയെ കൊണ്ടുവരണം എന്ന് നിരവധിയായ ആവശ്യങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളിൽ ഉയർത്തുകയുണ്ട്. ആ ഉയർത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ 12-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ജില്ലയുടെ മന്ത്രിയായിട്ടുള്ള നമ്മുടെ ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഫുഡ് കോർട്ട്, ഓപ്പൺ ജിം, ലൈവ് ഫിഷിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം പാസ് മൂലമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വയ്യാങ്കര ടൂറിസത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതോടൊപ്പം ഇരപ്പൻപാറ ടൂറിസത്തിനും സർക്കാർ സംസ്ഥാന വിഹിതം നൽകുമെന്നും എം.എൽ.എ പറഞ്ഞു. വയ്യാങ്കരയും ഇരപ്പൻപാറയും ഒക്കെ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു വികസന കുതിപ്പിൽ വിനോദസഞ്ചാര കേന്ദ്രമായി വയ്യാങ്കരച്ചിറ മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2 കോടി രൂപ കൂടി വയ്യാങ്കരച്ചിറയുടെ വികസനത്തിന് വേണ്ടി, അതിൻ്റെ മോടി കൂട്ടുന്നതിന് വേണ്ടി, കൂടുതൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വാട്ടർ ടൂറിസം കൊടിക്കുന്നിൽ സുരേഷ് എം.പി ഉദ്ഘാടനം ചെയ്യും. എം.എസ്. അരുൺകുമാർ എം.എൽ.എ അധ്യക്ഷനാകും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യാതിഥിയായിരിക്കും. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. രജനി ഓപ്പൺ ജിമ്മിൻ്റെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി. വേണു കുട്ടികളുടെ പാർക്കിൻ്റെയും ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഫുഡ് കോർട്ടിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കും. താമരക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വയ്യാങ്കരച്ചിറ ടൂറിസം പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി DTPCക്ക് നേരത്തെ വിട്ടു നൽകിയിരുന്നു. ടൂറിസത്തിൻ്റെ ഭാഗമായി ചിറയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഒരുക്കാൻ പദ്ധതിയുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് K. ശിവൻകുട്ടി, സെക്രട്ടറി പ്രദീപ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.